വിജയത്തിന്റെ വെടിക്കെട്ടെന്ന് കോൺഗ്രസ് നിലനിർത്താമെന്ന സ്വപ്ന കുട നിവർത്തി ഇടതുമുന്നണി. മാറ്റത്തിന്റെ പഞ്ചാരി കൊതിച്ച് ബി.ജെ.പി. ആര് ജയിച്ചാലും തുടർ ചർച്ചകൾ തൃശൂരിൽ ഉപചാരം ചൊല്ലി പിരിയില്ലെന്ന് ഉറപ്പാണ്. മതസൗഹാർദ്ദത്തിന്റെ പേരുകേട്ട കൊടുങ്ങല്ലൂരും ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയും സ്ഥിതി ചെയ്യുന്ന തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ ആര് ജയിക്കുമെന്ന ചർച്ചയാണ് ചൂടുപിടിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ അട്ടിമറി വിജയം ഇത്തവണയും തൃശൂരിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബി.ജെ.പി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ ആവനാഴിയിലെ അസ്ത്രങ്ങൾ മുഴുവൻ പുറത്തെടുത്ത പോരാട്ട ചൂടിലാണ് കോൺഗ്രസ്. എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിലെ വിമതന്മാരുടെ പിന്തുണയോടുകൂടി ഭരണം നേടിയ ഇടതുമുന്നണി ഇത്തവണ തനിച്ചു ഭൂരിപക്ഷം നേടി കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്. ആര് ജയിച്ചാലും ശക്തന്റെ മണ്ണിൽ അതൊരു വലിയ തിരിച്ചടിയും തിരിച്ചുവരവുമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബി.ജെ.പിക്ക് തൃശൂരിൽ അപ്രതീക്ഷിത വിജയം നേടാൻ കഴിയുമോ? ഇടതുമുന്നണി ഭരണം നിലനിർത്തുമോ? കഴിഞ്ഞ തവണത്തെ നഷ്ടം ഇത്തവണ തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുത്ത നേട്ടമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയുമോ? പരിശോധിക്കാം കേരള പോരിലൂടെ. അതായത് ഇപ്പോ മറ്റു കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് തൃശ്ശൂരിലെ മത്സരം കുറച്ചുകൂടെ കടുക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ തവണ ഈ LDFും UDFും ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് അധികാരം മാറിയത്. കാരണം കോൺഗ്രസിലെ രണ്ടുപേർ വിമതരായതിനു ശേഷം അവർ LDFുമായി ചേർന്നത് കൊണ്ടാണ് LDFിന് അധികാരം കിട്ടിയതും മേയറായി ഈ വിമതരായ ആള് തന്നെയാണ് വർഗീസ് എന്ന് പറയുന്ന ആൾ മേയറാകുന്നതും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFും LDFും തമ്മിലുള്ള മത്സരം വളരെ കടുത്ത രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ BJP അവിടെ ഇപ്പോ സുരേഷ് ഗോപി അവിടെ MP ആവുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തു, കേന്ദ്രമന്ത്രിയൊക്കെ ആയതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വ്യാപകമാക്കി. അതോടുകൂടി അവിടെ ഒരു BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നായിരുന്നു നേരത്തെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ അടുത്ത കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ കലുങ്ക് സംബന്ധമായ കുറച്ച് വിഷയങ്ങൾ, കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഒരു നെഗറ്റീവ്സ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് BJP ഇപ്പോൾ ഒരു ചെറിയൊരു പരിങ്ങലിലാണെന്ന് പറയാമെങ്കിലും BJP അവിടെ വേരോട്ടം നടത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കഴിഞ്ഞ തവണത്തെ മേയറും BJPയുമായിട്ട് കുറച്ചൊരു അടുപ്പം നേരത്തെ കോൺഗ്രസിൽ നിന്ന് വിമതനായി LDFിൽ ചാടിയെങ്കിലും അവിടെ നിന്നുകൊണ്ട് BJPയുമായി ഒരു അടുപ്പം സൂക്ഷിക്കുന്നത് LDFിൽ തന്നെ കുറച്ച് സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാർത്തകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJPക്ക് അവിടെ ഒരു പ്രാതിനിധ്യം കൂടിയ സ്ഥിതിക്ക് പൂർണ്ണമായും ഒരു ത്രികോണ മത്സരം നടക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് തിരുവനന്തപുരം പോലെ തന്നെ സാധ്യതയുള്ളത് തൃശ്ശൂരിലാണ്. തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന കോർപ്പറേഷനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJPയുടെ സംഘടനാ മെഷീനറി പല സ്ഥലത്തും ചലിക്കുന്നുണ്ടെങ്കിലും BJPക്ക് അകത്തെ പടലപ്പിണക്കം BJPയെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവിടെ മുൻ BJPയുടെ ജില്ലാ അധ്യക്ഷൻ നാഗേഷും ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജോസഫും തമ്മിൽ വലിയ വിഭാഗീയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPIയും CPMും തമ്മിലുള്ള തർക്കം ഇടതുമുന്നണിയെ ബാധിക്കും. മറുഭാഗത്ത് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയത് പാർട്ടിക്കകത്തെ വിഭാഗീയ ഗ്രൂപ്പിസമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. പഴയ കാലത്തെ പോലെയുള്ള ഗ്രൂപ്പ് പ്രവർത്തനം തൃശ്ശൂരിലില്ല. തൃശ്ശൂരിലെ കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയെ അത് ദോഷകരമായി ബാധിക്കുമെന്ന കൃത്യമായ ബോധ്യം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമുണ്ട്. അതുകൊണ്ട് കൃത്യമായ പ്രവർത്തനം നടത്തി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിന് മുന്നുള്ളത്. അത് എത്രത്തോളം ഗുണകരമായി മാറുമെന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ ഉള്ളത്. ഇപ്പൊ നിലവിലെ NDAക്ക് വലിയൊരു ആധിപത്യമുള്ള ഒരു കോർപ്പറേഷൻ അല്ല തൃശ്ശൂർ കോർപ്പറേഷൻ. വെറും 6 സീറ്റ് മാത്രമാണ് ഉള്ളത്. പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ വിജയം അല്ലെങ്കിൽ കേരളത്തില് താമര വിരിയിച്ചത് തൃശ്ശൂരാണ്. അതാണ് അവർ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ BJP പറയുന്നതാണ് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് അവർ പ്രതീക്ഷിക്കുന്ന 2 കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ വോട്ടിന്റെ ശതമാനത്തിൽ മാറ്റം വരും എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 6 സീറ്റ് ഉള്ളിടത്ത് നിന്ന് ഒരു 1ാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നത് വലിയ ദൂരമുണ്ട്. പിന്നെ MP എന്ന് പറയുന്നത് സുരേഷ് ഗോപി MP ആണെങ്കിൽ കൂടിയും പല വിവാദങ്ങൾ അവിടെ ഉണ്ട്. കലുങ്ക് വിഷയത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ MK വർഗീസ് കോൺഗ്രസ് വിമതനായി മത്സരിക്കുകയും അത് ഇപ്പൊ ആള് മത്സര രംഗത്തില്ല.
ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുമില്ല. അത് BJPക്ക് അനുകൂല തരംഗമാകുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. പക്ഷെ BJPക്ക് അനുകൂല തരംഗമാകുമെന്ന് പറഞ്ഞാലും 6 സീറ്റുകളാണ് അവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPക്ക് ഉള്ളത്. പിന്നെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യമുള്ളത്, അതെല്ലാം BJPക്ക് കിട്ടിയ വോട്ടുകളായി കണക്കാക്കാനാവില്ല. കൂടുതൽ വോട്ടുകളും സ്ത്രീകൾക്ക്, അതായത് അദ്ദേഹം സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, ആ ഒരു ഇഷ്ടം കൊണ്ട്, കാരണം വ്യക്തിക്ക് കിട്ടിയ വോട്ട്, സ്ത്രീകളുടെ വോട്ട് ഉൾപ്പെടെ ആ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടുകളാണ്. അത് ഈ ഒരു കുറഞ്ഞ നാളുകൾ കൊണ്ട് എത്രത്തോളം സുരേഷ് ഗോപിക്ക് നിലനിർത്താനായി എന്നുള്ളത് അവിടെ ഒരു ശ്രദ്ധേയമായ പോയിന്റ് ആണ്. അത് മാത്രമല്ല, ഈ കോർപ്പറേഷനിലുള്ള വോട്ട് വിഹിതം BJPക്ക് എത്ര കൂട്ടാനാകും എന്നത് ആശ്രയിച്ചിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ BJPയുടെ ആ ഒരു പ്രകടനത്തെ നിർണ്ണയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ LDFും UDFും തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും കടുത്ത. കേരളത്തിൽ മറ്റേത് സ്ഥലത്തെ നോക്കുമ്പോൾ UDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ സീറ്റുകളാണ് നേടിയത്. അത് വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ LDFിനൊപ്പം എത്തുന്ന നിലയിലായിരുന്നു UDF ഉണ്ടായിരുന്നത്, ചെറിയ മാർജിനിലാണ്. അപ്പൊ അതുകൊണ്ട് വിമതർ ചതിച്ചില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും UDF തന്നെയാണ് അവിടെ അധികാരത്തിൽ വരുമായിരുന്നത്. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ച് തൃശ്ശൂർ എന്ന് പറയുന്നത്, തൃശ്ശൂർ UDFിന്റെ കയ്യിൽ ഉള്ളതാണ്. അപ്പോ ഈ BJP എത്രത്തോളം അതിനെ സ്കോർ ചെയ്യുന്നു എന്നതിനെയും കൂടെ ആശ്രയിച്ചിരിക്കും ആ വിജയം നിർണ്ണയിക്കുന്നത്. തീർച്ചയായും K. കരുണാകരനെ പോലെയുള്ള നേതാക്കന്മാരുടെ തട്ടകമായ തൃശ്ശൂർ ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണമെന്ന് കോൺഗ്രസിന്റെ ഒരു അഭിമാന പോരാട്ടമാണ് തൃശ്ശൂർ. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായ MK വർഗീസ് കോൺഗ്രസിനെ ചതിച്ച് ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുത്തു. അദ്ദേഹം പിന്നീട് അവസാന കാലത്ത് BJPയോടൊപ്പമായിരുന്നു. സാങ്കേതികമായി അദ്ദേഹം മേയറാണെങ്കിൽ കൂടി BJPയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വലിയ ചർച്ചയായിരുന്നു. CPI അദ്ദേഹം നിരന്തരം വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ തൃശ്ശൂരിൽ CPIയും CPMും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. ആ ഒരു പേടി ഇരു പാർട്ടി നേതാക്കന്മാർക്കുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ സമയ പ്രവർത്തനവുമായി, കാരണം തൃശ്ശൂർ തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിന്റെ വലിയ ലക്ഷ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസ് K. മുരളീധരനെ പോലെയുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പരീക്ഷിച്ചിട്ട് പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടകളിൽ അടക്കം BJP കടന്നു കയറുന്ന സാഹചര്യമുണ്ടായി. അവിടെ കോൺഗ്രസിന്റെ മാത്രമല്ല CPMന്റെ ശക്തി കേന്ദ്രങ്ങളും BJPക്കും സുരേഷ് ഗോപിക്കും കടന്നു കയറി. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ അത് കിട്ടിയ വോട്ട് BJPക്ക് കിട്ടിയ വോട്ടല്ല, സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടായിരിക്കാം. പക്ഷേ BJP പറയുന്നത് തങ്ങളുടെ വളർച്ച തൃശ്ശൂരിൽ വലിയ തരത്തിലുണ്ട്. പിന്നീട് വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൃശ്ശൂരിലെ നമ്മൾ വിവാദങ്ങൾ കണ്ടതാണ്. പക്ഷേ എന്ത് വില കൊടുത്തും BJP അധികാരം പിടിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന അവരുടെ A ക്ലാസ് നഗരസഭയാണ് തൃശ്ശൂർ നഗരസഭ. അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി എന്ന രൂപത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ട്, BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട്. ഇതൊക്കെ എത്രത്തോളം വോട്ടായി മാറുമെന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു, സിറ്റിംഗ് കൗൺസിലർമാർക്ക് കൊടുത്തു, യുവാക്കൾക്കും സിറ്റിംഗ് കൗൺസിലർമാരെ മാറ്റിയിട്ട് പുതുമുഖങ്ങളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കോൺഗ്രസ് യുവാക്കൾക്കും പരിചയസമ്പന്നർക്കും എല്ലാം ഒരേപോലെ പരിഗണിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. മുൻവർഷത്തെ പോലെ പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങളൊന്നും വലിയ തോതിലില്ല, അസ്വാരസ്യങ്ങളില്ല. ഇതെല്ലാം ഗുണകരമായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ട്. പക്ഷേ CPMും വലിയ പ്രതീക്ഷ, ഇടതുമുന്നണിയും വലിയ പ്രതീക്ഷയാണ്. CPMനും CPIക്കും കൃത്യമായി വോട്ടുള്ള ഒരു നഗരസഭയാണ്. ഇരു പാർട്ടികളും ബലാബലം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ CPI ആണ് മത്സരിക്കുന്നത്. അവർക്ക് കൃത്യമായ സ്വാധീനമുള്ള കോർപ്പറേഷനാണ്. അവിടെ CPIയും CPMും പരമാവധി വോട്ടുകൾ ക്യാൻവാസ് ചെയ്യുക, പരമാവധി സീറ്റുകൾ നേടുക. BJPക്ക് 1-2 സീറ്റ് അധികം കിട്ടിയാലും തങ്ങളുടെ സീറ്റെണ്ണം വർദ്ധിപ്പിക്കുക, ഭരണം നിലനിർത്തുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കാരണം കഴിഞ്ഞ തവണ പോലത്തെ കോൺഗ്രസിന്റെ വിമതനൊന്നും ജയിച്ചു വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് സ്വന്തം മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ ഭരിക്കാൻ കഴിയുന്ന കൃത്യമായ ധാരണ ഇരു മുന്നണികൾക്കുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇരു മുന്നണികളും രാവ് പകലാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിന്റെ ഫലം രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്ന ഒരു ബലം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂരിൽ ആര് ജയിച്ചാലും അത് വലിയ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇതെല്ലാം പറയുമ്പോഴും തൃശ്ശൂർ പൂരം കലയ്ക്ക് വിഷയത്തിൽ BJPയുടെയും CPMന്റെയും ഒരു അന്തർധാര നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ശബരിമല വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ് CPM. ഈ ശബരിമല വിഷയവും കലിംഗ സംവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഓരോ പ്രവൃത്തികളെല്ലാം CPMനെയും BJPയും വെട്ടിലാക്കിയിട്ടുണ്ട്. ഇതെന്തായാലും UDFന് ഒരു മുൻതൂക്കം നൽകുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂർ താമര വിരിയാനുള്ള സാധ്യത ഇനിയുണ്ടെന്ന്. കാര്യം ചേച്ചി പറഞ്ഞതുപോലെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അല്ലാതെ ഇനി ഈ BJP പറയുന്നത് പോലെ 6 സീറ്റിൽ നിന്ന് ഒന്നാമതായ ഒരു കൗൺസിലറെ അവർക്ക് അല്ലെങ്കിൽ ഒരു മേയറെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ എന്തായാലും BJPയുടെ ഒരു മാസ്റ്റർ പ്ലാനിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ആയിരുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് അവർക്ക് കുറച്ചെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല. അപ്പോ നിലവിലെ ഒരു സാഹചര്യം വെച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ മേലുള്ള ഒരുപാട് ആരോപണങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള ഇതെല്ലാം ജനങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFന് തന്നെയായിരിക്കും മുൻതൂക്കം എന്ന് തന്നെയാണ്
ഒരു സാമൂഹ്യ വിലയിരുത്തലുകൾ വരുന്നത്. തീർച്ചയായും.